അതെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കിടങ്ങ് ചാടി കിടങ്ങ് നടന്ന് കിടക്കുകയാണ്. അഗസ്ത്യാർകൂടമല്ല അമ്മേ, നാളെ ഇതിൻ്റെ മുകളിലാണ് പോകേണ്ടത്. നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്ന ദൃശ്യം അഗസ്ത്യമലയാണ്. അത്ര ഗംഭീരമായ കോട ഇറങ്ങി ആ മല മറച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ പകർത്തുന്നുണ്ട്. നമുക്കത് എങ്ങനെ എടുക്കുന്നതാണ്. അത്ര നല്ല ഫോട്ടോഗ്രാഫറല്ല. അഗസ്ത്യമലയെ കോടമഞ്ഞ് മറയ്ക്കുന്ന ദൃശ്യം. വൈകുന്നേരം 6 മണിയായിരിക്കുകയാണ്. നമ്മൾ ഇവിടെ അരുവിയിലേക്ക് കുളിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാർ പല സ്ഥലത്തിരുന്ന് പല രീതിയിൽ ഫോട്ടോഗ്രാഫുകൾ പകർത്തുന്നുണ്ട്. പക്ഷെ ഞാനിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറെ നമുക്ക് കാണാം. അദ്ദേഹം അഗസ്ത്യമലയെ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗംഭീരമായ ദൃശ്യമാണ് ഇവിടെ. ഇതാണ് ബേസ് ക്യാമ്പ്. രാത്രി ഇവിടെയൊക്കെ മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. കുറച്ച് ആൾക്കാർ ആ പാറയുടെ പുറത്തിരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അമ്മേ, നമ്മൾ കുളിക്കാൻ അരുവിയുടെ സൈഡിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, ആരൊക്കെ കുളിച്ചുകൊണ്ടിരിപ്പുണ്ട്. നമുക്ക് ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കണം. വന്നാട്ടെ കുളിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചാട്ടെ. യെസ്, നമ്മുടെ 5 പ്രാവശ്യം ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ള മനുഷ്യരാണ്. 5 പ്രാവശ്യം എവറസ്റ്റ് കയറി എന്നൊക്കെ പറയുന്ന പോലെ. കാല് ചെരുപ്പില്ലാത്തതുകൊണ്ട് തന്നെയാണല്ലോ സാധ്യത കൂടുതലാണ്. ഇവിടെ പോയി കുളിക്കും. അവിടെ പോയി കുളിക്കണം അല്ലേ? അവിടെയാണോ പോകേണ്ടത്? ഇല്ല, അങ്ങോട്ട് പോയാലോ? അപ്പുറം സൈഡിൽ കൂടെ പോകാമല്ലേ? ഞങ്ങളത് ഏതാറ നെയ്യാറിൻ്റെ ഉത്ഭവമാണ് ഇതല്ലേ സുഹൃത്തുക്കളെ? ഇത് നെയ്യാറാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. 6:30 സമയത്ത് ഇവിടെ നമ്മൾ കുളിക്കാൻ വേണ്ടി ഈ അരുവിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം തണുപ്പില്ല എന്ന് പറഞ്ഞാണ് 2 സുഹൃത്തുക്കൾ അങ്ങോട്ട് പോയത്. പക്ഷേ നല്ല തണുപ്പുണ്ട്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ അവർ പറഞ്ഞായിരുന്നു. അതെ. നല്ല ഗംഭീര പൂളാണിത്. അയ്യോ, നല്ല ഒറിജിനൽ വാട്ടർ. ഇത് നെയ്യാറിലാണ് ഞാൻ നിൽക്കുന്നത്. നെയ്യാറിൻ്റെ ഉത്ഭവ സ്ഥാനമാണ് സുഹൃത്തുക്കളെ. തണുത്ത വെള്ളത്തിലേക്ക് ഞാൻ മുങ്ങാൻ പോകുന്നതിൻ്റെ അസുലഭമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓഫിലൊക്കെ വെച്ചോ. ഗംഭീരമായിട്ടുണ്ട്. 30% ചാർജിങ് ബാക്കിയുള്ളൂ. എൻ്റെ പവർ ബാങ്ക് ഉണ്ട്. ഞാൻ കുളിച്ചിട്ട് ബാക്കി കാര്യം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങൾ കുളി കഴിച്ച് മുഴുവൻ ഇരുട്ടായിരിക്കുകയാണ്. നമ്മൾ ഗംഭീരമായ രീതിയിൽ കുളിച്ചു. അതെവിടെ ഇട്ടിരിക്കുന്ന ഡീജി? ട്യൂബ് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ചീവീടിനെ പട്ടി പിടിച്ച് നിന്നോണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. കഴിക്കണം അങ്ങനെ. ഓ, കിട്ടിയോ? ഇല്ല. രാത്രി നല്ല ചൂട് കഞ്ഞി അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ. ഇവിടെ കഞ്ഞിയാണ് രാത്രി കിട്ടുന്നത്. 150 രൂപയാണ് ഈ കഞ്ഞിയുടെ വില. ഇത്ര മുകളിലായതുകൊണ്ടാണ് അവർ പൈസ ഇത്ര ഈടാക്കുന്നത്. നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ്. കഞ്ഞി കുടിക്കട്ടെ ആദ്യം. 100% ചാർജ് ആയിരിക്കുകയാണ്. രാത്രി ചാർജ് ചെയ്യാൻ വെച്ചതുകൊണ്ട് രാവിലെ ആയിരിക്കുകയാണ്. 6 മണിയായെന്ന് തോന്നുന്നു. പുറത്ത് ഭയങ്കര കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഷീറ്റെല്ലാം ഇങ്ങനെ കുരുങ്ങി
ഭയങ്കരമായിട്ടൊരു സംശയം ചോദിച്ചിരിക്കുകയാണ്. എനിക്ക് ഉത്തരവില്ല. പക്ഷേ ഈ ഷീറ്റിൻ്റെ മുകളിൽ കാറ്റിങ്ങനെ അടിച്ചിട്ട് ഷീറ്റ് രാത്രി ഇങ്ങനെ ആടി ആടി ഭീകരമായ സൗണ്ടായിരുന്നു. മാത്രമല്ല മറ്റേ ഇവിടെ നമ്മുടെ നാട്ടിലെ ഈച്ചയ്ക്കും മറ്റേ ജീവികൾക്കൊക്കെ പകരം വെട്ടിലിനൊക്കെ പകരം ഇവിടെ ലൈറ്റിൽ വരുന്നത് എൻ്റെ അമ്മയെ ചീവീടാണ്. ചീവീട് ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് മുഴുവൻ ചീവീടാണ്. രാവിലെ ഇപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഇറങ്ങി നോക്കിയപ്പോൾ ഈ എന്താ പറയുക കെട്ടിടത്തിൻ്റെ ഔട്ട് സൈഡ് മുഴുവൻ ചീവീടുകളിങ്ങനെ നിരന്നിരിക്കുകയാണ്. ഞാൻ കാണിച്ചുതരാം നിങ്ങളെ. അതെ സത്യം. ഇന്നലെ ഒരു പട്ടി ചീവീടിനെ ചാടിപ്പിടിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. പട്ടിയുടെ ടച്ചിങ്സാണ് ചീവീടെന്ന് തോന്നുന്നു. ചുക്ക് കാപ്പി കിട്ടും ചേട്ടാ. ഒരു 3 ചുക്ക് കാപ്പി. മൂന്ന് ചുക്ക് കാപ്പി ചേട്ടാ. എടുക്കണ്ട എടുക്കാം. എൻ്റെ വീഡിയോയിൽ അതും പറഞ്ഞു. ശരി കളിയല്ല കളിക്കുന്നു. രാത്രി മുഴുവൻ ഞങ്ങളെ ഉറക്കാതെ ശല്യം ചെയ്ത പാവം. അയ്യോ ചത്തിട്ടില്ല, എല്ലാം ജീവനോടെ. ഇതാണ് നിങ്ങൾ പറയുന്ന ചീവീട്. ചീവീടിനെ ജീവിതത്തിൽ തൊട്ടിട്ടില്ല. ചീവീടിനെ തൊട്ടോ. സുന്ദരമായ ഉറക്കത്തിന് ശേഷം നമ്മൾ ഉണർന്ന് കുറച്ച് പൂരിയൊക്കെ പാഴ്സൽ മേടിച്ച് നമ്മൾ അഗസ്ത്യാർകൂടം മലയുടെ മുകളിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് 6.5 കിലോമീറ്റർ ഉണ്ട്. 2-2.5 മണിക്കൂർ പിടിക്കും. നല്ല ടൈറ്റ് കയറ്റമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വർഗീസ് ചേട്ടനും അരുൺ ചേട്ടനും എല്ലാം സെറ്റായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ നമുക്ക് മുമ്പേ പുറപ്പെട്ട് കഴിഞ്ഞു. സമയം 7:30 അതെ, ഞങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടവരാണ്. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇനി ഈറ്റക്കാടുണ്ടെന്നാണ് കേട്ടത്. ഈറ്റക്കാടിനകത്ത് കാട്ടുപോത്തിന് ശല്യമൊക്കെ ഉള്ള ഏരിയയാണ്. സോ ആദ്യം 2 ഗാർഡുമാർ പോയിട്ടുണ്ട്. അവർ അതൊക്കെ ക്ലിയർ ചെയ്യും. എന്നാൽ മാത്രമേ അങ്ങ് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പിന്നത്തെ ഇവിടുത്തെ കാറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ കാറ്റാണ് കാറ്റെന്ന് പറയുന്ന പോലെ ഭയങ്കര കാറ്റാണ്. കാറ്റ് തണുപ്പ് കൊണ്ടുവരും. ഒരു രക്ഷയില്ല. രാവിലെ നല്ല തണുപ്പായിരുന്നു. 2 ദിവസത്തിന് മുമ്പ് മഴ പെയ്തായിരുന്നു എന്ന് പറഞ്ഞു. മഴ പെയ്താൽ തണുപ്പ് കുറയും. പക്ഷേ മഴയില്ലെങ്കിൽ നല്ല തണുപ്പാണ്. പ്രേതമരം. ഇതാണ് ഈറ്റക്കാട്. ഇവിടെ വെച്ച് കാട്ടുപോത്ത് ആൾക്കാരെ കുത്തിക്കൊന്നിട്ടുള്ള ഏരിയയാണ്. പക്ഷേ നിങ്ങൾക്ക് കാണാം, ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ. കാട്ടുപോത്തും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണിത്. അപ്പുറത്ത് അഗസ്ത്യാർകൂടം മലകളും കാണാം. ഈറ്റക്കാടാണ്, ഈറ്റക്കാട്.
ഓ ഇത് ഭയങ്കര കാടാണല്ലോ ഈറ്റക്കാട്. ഫുൾ ഈറ്റക്കാടാണ് കേട്ടോ. ചേട്ടാ ബ്യൂട്ടിഫുൾ. അത് ഇതാ ശംഖു വരെ ആണോ? ശംഖു വരെ. ഗംഭീരമായ ഒരു ക്ലൈമറ്റാണ് ഇവിടെ. ഫുള്ള് കോട ഇറങ്ങിയിരിക്കുകയാണ്. ടൈം ലാപ്സ് വീഡിയോ അല്ല, ഇത് ഒറിജിനൽ വീഡിയോ ആണ്. കോട ഭയങ്കര സ്പീഡിൽ മലനിരകളെ കഴുകി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈറ്റക്കാട്. ഈറ്റക്കാടിന് തൊട്ടപ്പുറത്ത് ആനകൾ പതുങ്ങിയിരിപ്പുണ്ടായിരിക്കാം, നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതും മിണ്ടത്തില്ല, മനുഷ്യരെ കണ്ടാൽ അങ്ങ് മാറിപ്പോവും. തൊട്ടപ്പുറത്ത് ആനകൾ ഉണ്ടായിരിക്കാം.